ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന സത്യത്തെ ആധാരമാക്കി പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഫിലിപ്പിയ ലേഖനം 3:20 പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അതുപോലെ സങ്കീർത്തനത്തിൽ 39:12 വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ വചനം സത്യമാകും. അവിടുന്ന് നീതിമാനും കരുണ നിറഞ്ഞവനും കൃപാലുമാകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ മാത്രം വരുവാൻ ആഗ്രഹിക്കുന്ന അവിടുത്തെ ദിവ്യസ്നേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുവചന സത്യത്തിലൂടെ ഞങ്ങളുടെ ജീവിതം ധന്യമായി തീരുവാൻ ഇടയാക്കി തീർക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. തിരുവചനം ധ്യാനിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിനും പരിവർത്തനം ഉണ്ടാകുവാൻ, മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതിയിരിക്കുന്ന നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ തക്കോണം അടിയങ്ങൾ കൃപയാകണമേ. അടിയങ്ങൾ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ വിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഈ വേദഭാഗത്ത് നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധ വെച്ച് ഗ്രഹിക്കാം. ഗ്രീക്ക് ഭാഷയിൽ പൊളിറ്റാമ എന്ന പദം അർത്ഥമാക്കുന്നത് പൗരത്വം അഥവാ സ്വദേശം എന്നാണ്. വിശ്വാസികൾ ഇനി മുതൽ ഈ ലോകത്തിൻ്റെ പൗരന്മാരല്ല, അവർ ഭൂമിയിൽ അന്യരും പരദേശികളും ആയി കഴിഞ്ഞു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഊന്നി പറയുന്നുണ്ട്. ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് നാം ദൈവവചനത്തിൽ കൂടി ഗ്രഹിച്ചിരിക്കുന്നു. അത് ദൈവ സാദൃശ്യത്തിലുള്ള മാനുഷിക ആളത്വമായിരുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. ആദാമിനും ഹവ്വായിക്കും ദൈവത്തിൻ്റെ ധാർമ്മിക സാദൃശ്യം ഉണ്ടായിരുന്നു. അവർ നീതിയുള്ളവരും വിശുദ്ധരുമായിരുന്നു. എഫേസ്യ ലേഖനം 4:24 പറയുന്നു, സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവാൻ. ഈ അവസ്ഥയായിരുന്നു അവരുടെ ജീവിതം. സ്നേഹിക്കാൻ കഴിവുള്ള ഹൃദയം അവർക്കുണ്ടായിരുന്നു. ശരിയായത് ചെയ്യുവാൻ അവർ ആഗ്രഹിച്ചു. ബുദ്ധിശക്തിയിൽ അവർ ദൈവത്തോട് സാദൃശ്യരായിരുന്നു. ആത്മാവ്, മനസ്സ്, വികാരങ്ങൾ, തിരഞ്ഞെടുക്കുവാനുള്ള ശക്തി എന്നിവയോടുകൂടിയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. ഉൽപ്പത്തിയുടെ 2:19-20 വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുൻപിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവർക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. ദൈവ ശോഭയാൽ ചുറ്റപ്പെട്ട മനുഷ്യൻ ഏദനിൽ ദൈവത്തിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം അനുഭവിച്ചിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവത്തെ നേരിട്ട് കാണുവാൻ അവർ അർഹരായിരുന്നു. ഓർക്കുക, അവർ നഗ്നത എന്ത് എന്നറിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ഭാഗ്യാവസ്ഥയിൽ നിന്നും വീഴ്ച ഭവിപ്പാൻ കാരണമായ മോഹം അനുസരണക്കേടിലേക്ക് അവരെ നയിച്ചു. അതിലൂടെ പാപം ചെയ്ത് മരണയോഗ്യരായി തീർന്നു. മരണം അവരുടെ മേൽ വാഴ്ച തുടരുവാൻ ഇടയായി. ഇന്നത്തെ നമ്മുടെ ജീവിതം മരുഭൂമിയിൽ ഇസ്രയേൽ ജനമായിരുന്ന സ്ഥിതിയുടെ ഒരു പകർപ്പാണ്. അതായത് മരുഭൂമിയിൽ കൂടെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണം. ഇവിടെ മോശയ്ക്ക് പകരം നമ്മെ നയിക്കുന്നത് നമ്മൾക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവായ യേശു ക്രിസ്തുവാണ്. പഴയ നിയമകാലത്ത് മോശയും ഇസ്രയേൽ ജനവും മരുഭൂമിയിൽ ആയിരുന്ന സമയത്തെപ്പറ്റി സ്തേഫാനോസ് പറയുന്നു. പ്രവൃത്തികൾ 7:38 സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചനും അവൻ തന്നെ, അതായത് ക്രിസ്തു അത്രേ. മരുഭൂമിയിലെ സഭ
മരുഭൂമിയിലെ സഭ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമെന്നാണ്. എബ്രായ ഭാഷയിൽ സഭ എന്ന വാക്കിനെ കൊഹൽ എന്നും സെപ്റ്റിജിൻ്റ് വേദപുസ്തകത്തിൽ ഗ്രീക്ക് ഭാഷയിലെ പഴയ നിയമം അല്ലെങ്കിൽ എക്ലീസ്യ അല്ലെങ്കിൽ കൂട്ടം അല്ലെങ്കിൽ സഭ എന്നും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മോശ സഭയെ പഴയ നിയമത്തിൽ നയിച്ചതുപോലെ ക്രിസ്തു സഭയെ പുതിയ നിയമത്തിൽ നയിക്കുന്നു എന്ന് കാണാം. പഴയ സഭ പോലെ തന്നെ പുതിയ നിയമസഭയും മരുഭൂമിയിലാണ്. അതായത് ഇത് പരദേശികളുടെ സഭയാണ്, വാഗ്ദത്ത നാടിന് വളരെ അകലെ. ഈ കാരണത്താൽ ജീവിതം ഈ ഭൂമിയിൽ വളരെ സ്വസ്ഥതയുള്ളതായിരിക്കുവാൻ കഴിയുകയില്ല, കഷ്ടത നിറഞ്ഞതാണ്. കർത്താവ് പറയുകയുണ്ടായി. കർത്താവ് പറഞ്ഞു, ഞാൻ വേഗം വരും. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ മോശയുടെ നേതൃത്വത്തിൽ യാത്ര ചെയ്തുവെങ്കിൽ ഇന്ന് സർവശക്തനായ യേശുനാഥനാണ് നമ്മെ നയിക്കുന്നത്, തൻ്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ്. അതിന് 40 വർഷ കാലയളവ് വേണ്ട, ചുരുങ്ങിയ കാലയളവായ 11 ദിവസം മതിയെന്ന് ഓർക്കുക. ചിലർ വിചാരിക്കും ഒരു നീണ്ട കാലാവധി ഉണ്ട്, പിന്നെയാകട്ടെ എന്ന്. അതാണ് ക്രിസ്തുനാഥൻ പറഞ്ഞത്, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നാം വലിയൊരു വിശ്വാസ സമൂഹത്തിൻ്റെ പരദേശവാസത്തിൽ അവരുടെ വാഗ്ദത്ത ദേശത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിനെപ്പറ്റി മനസ്സിലാക്കും. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നുവെന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ടു അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പൃഥുദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ വിശ്വാസ വീരന്മാരൊക്കെയും ഈ പരദേശവാസം കഷ്ടത സഹിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഹൃദയത്തിൻ്റെ പരിച്ഛേദന അനിവാര്യമാണ്. ഹൃദയത്തിൻ്റെ പരിച്ഛേദന അനിവാര്യമാണ്. അതായത് ഈ യാത്രയിൽ നാം ഏകരല്ല എന്നും നമ്മോടുകൂടെ സഞ്ചരിക്കുന്ന എല്ലാവരും ദൈവത്താൽ നയിക്കപ്പെടുന്നവരുമാണ് എന്ന ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം. അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് കൈത്താങ്ങായിരിക്കാനും ദൈവസ്നേഹത്തോടുകൂടി അശരണരായിരിക്കുന്നവർക്ക് ശരണം നൽകുവാനും നാം എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കണം. അങ്ങനെ ദൈവനീതി നമ്മളിലൂടെ വെളിവാകണം. ഈ മരുഭൂമിയിലെ പരദേശവാസം ഈറ്റുനോവിൻ്റെ അനുഭവം ഉളവാക്കുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8:22-27 എന്ന ഭാഗങ്ങളിൽ 3 വിധത്തിലുള്ള ഈറ്റുനോവിനെപ്പറ്റി പറയുന്നുണ്ട്. ഞരക്കവും വേദനയും അനുഭവിക്കുന്ന അവസ്ഥ. സർവ സൃഷ്ടിയും, റോമാലേഖനം 8:22 പറയുന്നു, സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. സൃഷ്ടി, അതായത് ചേതനവും അചേതനവുമായ പ്രകൃതി, മനുഷ്യൻ്റെ പാപത്താൽ കഷ്ടതയ്ക്കും ഭൗതിക കെടുതികൾക്കും വിധേയമായി തീർന്നു. എങ്കിലും അങ്ങനെ പ്രകൃതി തന്നെ വീണ്ടെടുക്കപ്പെടുകയും പുനഃസൃഷ്ടി നടത്തപ്പെടുകയും ചെയ്യുമെന്ന് ദൈവം നിർണയിച്ചിരിക്കുന്നു. വാക്യം റോമാലേഖനം 8:20 പറയുന്നു, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ ദേശാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തരായ മക്കൾ തങ്ങളുടെ പൂർണ്ണ അവകാശം പ്രാപിച്ച് കഴിയുമ്പോൾ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുകയും ദൈവഹിത പ്രകാരം എല്ലാ കാര്യങ്ങളുടെയും പുനഃസ്ഥാപനം നടക്കുകയും ചെയ്യും. ആരാണ് ഈ ദൈവമക്കൾ? റോമാലേഖനം 8:14 പറയും, ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകും. റോമാലേഖനം 8:21 പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. യോഹന്നാൻ 1:12 പുതിയ ഉടമ്പടി പറയുന്നു, പുതിയ ഉടമ്പടിയിലൂടെ നമ്മളെ ദൈവമക്കളാക്കുവാൻ ദൈവം തയ്യാറായി.
അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 5:9 പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഗലാത്യ ലേഖനം 6:15 പറയുന്നു, പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. അതിനാൽ പുതിയ സൃഷ്ടി ഉണ്ടാകുമെന്ന് ദൈവം വെളിപ്പെടുത്തി. വെളിപ്പാട് പുസ്തകം 21:1, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയുമില്ല. വെളിപ്പാട് പുസ്തകം 21:5 പറയുന്നു, ഇനിയും മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവനിതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്നും അവൻ കൽപ്പിച്ചു. വിശ്വാസികൾ ആരാണ്? റോമാലേഖനം 8:23 പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവും അവൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിലും അവരുടെ പൂർണ്ണ വീണ്ടെടുപ്പ് ആഗ്രഹിച്ചുകൊണ്ട് ആന്തരികമായി അവൻ ഞരങ്ങുന്നു. ഇത് 2 കാരണങ്ങളാൽ ഉളവാകുന്നു. ഒന്ന്, വിശ്വാസികൾ തങ്ങളുടെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പാപം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുന്നു. അപൂർണത, വേദന, ദുഃഖം എന്നിവ എപ്പോഴും അവർ അനുഭവിക്കുന്നു. ഈ അവസ്ഥ ഉളവാക്കുന്ന സ്ഥിതിവിശേഷമാണ് ഞരക്കം പ്രകടമാക്കുന്നത്. 2 കൊരിന്ത്യർ 5:2-4 വരെയുള്ള വാക്യങ്ങളിൽ ഇത് മനസ്സിലാക്കാം. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന്മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിച്ചിരിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. രണ്ടാമതായിട്ട്, പുനരുത്ഥാനത്തിൽ നൽകപ്പെടുന്ന വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണത്തിനും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയ്ക്കുമായി അവർ ഞരങ്ങുന്നു. തങ്ങളുടെ തേജസ് വെളിപ്പെടുവാനും സമ്പൂർണമായ പുത്രത്വത്തിൻ്റെ അവകാശങ്ങൾ ലഭിക്കുന്നതിനുമായി അവർ ഞരങ്ങുന്നു. 2 കൊരിന്ത്യർ 5:4 പറയുന്നു, ഉരുവാനല്ല, മർത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാനിച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. മൂന്നാമതായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ദാനം. റോമാലേഖനം 8:26 പറയുന്നു, അതുവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതിന് എന്തെന്ന് നാം അറിയുന്നല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. വിശ്വാസിയെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രധാനമായും 3 വിധ നിഗമനങ്ങളുണ്ട്. ഒന്ന്, ദൈവ പൈതലിന് 2 സ്വർഗീയ മാധ്യസ്ഥരുണ്ടെന്ന്. ക്രിസ്തു യേശു സ്വർഗത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. റോമാലേഖനം 8:34 വായിക്കുന്നു, ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. 1 തിമോഥെയോസ് 2:5-6 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മാധ്യസ്ഥനൊരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. ഭൂമിയിൽ വിശ്വാസികളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് മധ്യസ്ഥത ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. വിശ്വാസി ഉച്ചരിക്കുന്ന ഞരക്കങ്ങളിലൂടെ ആത്മാവ് മധ്യസ്ഥത ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് വിശ്വാസികളുടെ ആത്മീയ ആഗ്രഹങ്ങളുടെയും വാഞ്ചകളുടെയും ഉറവിടം. റോമാലേഖനം 8:27 പറയുന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്ന് തന്ന ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ പിതാവിനോട് അപേക്ഷിക്കും. ഇതിൽ കൂടുതൽ ഒരു മർമ്മം നാം മനസ്സിലാക്കുന്നു. പിതാക്കന്മാരെ പോലെ വിശ്വാസത്തിൽ നാം നിലനിന്നുകൊണ്ട് ദൈവത്തെ മാത്രം മാനിച്ചുകൊണ്ട് ഈ പരദേശവാസം കഴിച്ചുകൂട്ടുക. അതാണ് പൗലോസ് പറയുന്നു 1 തെസ്സലോനിക്കർ 3:13, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ
പഴയ നിയമ വിശുദ്ധന്മാർ ദൈവം തങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായത് കരുതിയിട്ടുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ് നിദ്ര പ്രാപിച്ചത്. വീണ്ടെടുക്കപ്പെട്ടവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ തങ്ങളുടെ ജീവകാലത്ത് അവർ കണ്ടില്ല. സ്വർഗീയ നാട്ടിൽ ദൈവത്തോടൊപ്പം നിത്യജീവൻ എന്നതായിരുന്നു അവരുടെ അടിസ്ഥാന വിശ്വാസം. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമുള്ള നമ്മുടെ പൗരത്വത്തിലാണ് അവർ മനസ്സ് ഉറപ്പിച്ചിരുന്നത്. എബ്രായലേഖനം 11:13 പറയുന്നു, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഒരു മർമ്മം, ഓരോ വിശ്വാസിയും മരണപ്പെടുകയല്ല, നിദ്രയിലാകുകയാണ് ചെയ്യുന്നത്. 2 ശമൂവേൽ 7:12 പറയുന്നു, നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇന്ന് മരണത്തെ ഭയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഈ ലോകക്കാരാണ്. കാരണം അവർ മരണത്തെ ജയിച്ചവനായ ക്രിസ്തു യേശുവിൽ വിശ്വാസം അർപ്പിക്കുകയോ വീണ്ടെടുപ്പിൻ്റെ വില നൽകിയവനായ നാഥനിൽ ശരണപ്പെടുകയും ചെയ്യുന്നവരല്ല. എന്നാൽ ഒരു വിശ്വാസി ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്നുവെങ്കിൽ ദൈവഹിതപ്രകാരം അവൻ നിദ്രയിലാകുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഭാഗം 1-ാം ഭാഗം 2-ാം ഭാഗം തുടർന്ന് വീണ്ടും ധ്യാനിക്കുന്നതാണ്. ഇതിനോട് ചേർന്ന് നാം എല്ലാം സ്വർഗീയ മക്കളാണ്. ദൈവഹിതപ്രകാരം ജീവിതം നയിക്കേണ്ടവരാണ്. ഇഹത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി ദൈവഹിതപ്രകാരം ജീവൻ നയിപ്പാനാണ്. നമ്മൾ രൂപാന്തരം അനിവാര്യമാണ്. നമ്മളിൽ ദൈവീയ കൃപ നിറഞ്ഞു നിൽപ്പാൻ തക്കവണ്ണം പ്രാർത്ഥനയിൽ ജാഗരിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലൂടെ ആത്മീയ ശക്തി പ്രാപിച്ചുകൊണ്ട് നാം സ്വർഗീയ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഈ യാത്ര കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ക്ലേശത്തിൻ്റെയുമായെങ്കിലും അതിനൊക്കെ അപ്പുറമായിട്ട് നമുക്കൊരു നിത്യവാസമുണ്ട്. ആ വാസത്തിലേക്ക് നമ്മൾ കടക്കുവാൻ തക്കം ഇടയായിത്തീരണം. അടുത്ത വീഡിയോയിലൂടെ ശേഷമുള്ള ഭാഗങ്ങൾ പറയുന്നതാണ്. കേൾക്കുന്നവരും ഇതിനെപ്പറ്റി വിചിന്തനം ചെയ്യുന്നവർക്കും ദൈവം അനുഗ്രഹം നൽകി കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.